നമ്മൾ തദ്രീബ് തിലാവയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ഒന്ന്, റബ്ബന ആമന്ന ഫഗ്ഫിർ ലന വർഹംന വ അൻത ഖൈറുർ റാഹിമീൻ. ഓക്കെ, അംവാല് എന്നുള്ളത് എന്താണെന്നാണ് ചോദിച്ചത്. സുക്കൂനുള്ള മീമിന് ശേഷം വാവോ മീമോ യാഓ അല്ലാത്ത ഏത് അക്ഷരം വന്നാലും അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഉന്നത്ത് നൽകാതെ ഉച്ചരിക്കണം. അതിനാണ് എന്തെന്ന് പറയുക? ഇൽഹാർ എന്ന് പറയുക. ഓക്കെ, ശേഷം അഹൂഹും സ്വാലിഹ് അതെന്താണ്? ഇഖ്ഫാണോ ഇദ്ഗാമാണോ ഇൽഹാറാണോ എന്നാണ്. അഹൂഹും സ്വാലിഹ്, സുക്കൂനുള്ള മീമിന് ശേഷം സ്വാദാണ് വന്നിട്ടുള്ളത്, അപ്പോൾ അതും എന്താണ്? ഇൽഹാറാണ്. ഓക്കെ, ഇൽഹാർ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. സുക്കൂനുള്ള മീമിന് ശേഷം യാഓ മീമോ അല്ലാത്ത ഏതക്ഷരം വന്നാലും അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഉന്നത്ത് നൽകാതെ ഉച്ചരിക്കണം. ഓക്കെ, ഇൽഹാറിന് ഉദാഹരണം കണ്ടെത്താമെന്നുള്ളതാണ്. ഇൻ കുന്തും മുഖ്മിനൂൻ, സുക്കൂനുള്ള മീമിന് ശേഷം മീമു വന്നു, അപ്പോൾ അതിന് ഇദ്ഗാം എന്നാ പറയാം. കദ്ദബൂക്കും ബിമ, സുക്കൂനുള്ള മീമിന് ശേഷം ബാവു വന്നു, അപ്പോൾ അത് ഇഖ്ഫ ആണ്. ഫഹും ല, അപ്പോൾ ഇതാണ് എന്ത്? ഇൽഹാറിനുള്ള എക്സാമ്പിൾ. കാല നാം വ, സുക്കൂനുള്ള മീമിന് ശേഷം വാവ് വന്നു, അപ്പോൾ അതെന്താണ്? ഇൽഹാർ തന്നെയാണ്. ഓക്കെ, ഇൽഹാർ എന്നാൽ എന്ത് എന്നുള്ള ചോദ്യമാണ്. സുക്കൂനുള്ള മീമിന് ശേഷം മീമും ബാവും അല്ലാത്ത ഏത് അക്ഷരം വന്നാലും മീമിനെ ഉന്നത്ത് നൽകാതെ വ്യക്തമാക്കി ഉച്ചരിക്കണം. ഇതാണെന്ത്? ഇൽഹാർ എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇഖ്ഫ എന്നാൽ എന്ത്? അടുത്ത ചോദ്യമാണ്, പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഖ്ഫ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ മീമിനെ എന്ത് ചെയ്യണം? ബായിൽ അവ്യക്തമാക്കി ഉന്നത്ത് നൽകി ഉച്ചരിക്കണം. എക്സാമ്പിൾ, മീമിന് ശേഷം ഹർക്കത്തുള്ള ബാ വന്നാൽ അപ്പോൾ എങ്ങനെ വരും? കുംബി എന്നാ വരിക. അപ്പോൾ സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള ബാ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ മീമിനെ ബായിൽ അവ്യക്തമാക്കി ഉന്നത്ത് നൽകി ഉച്ചരിച്ചു. അപ്പോൾ എങ്ങനെ വരിക? കുംബി എന്നാണ് വരിക. ഓക്കെ, അടുത്ത ചോദ്യം, ഇദ്ഗാം എന്നാൽ എന്തെന്നാണ്. സിമ്പിളാണ്. സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ മീമിനെ ബായിൽ അവ്യക്തമാക്കി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം എന്നല്ല. സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വന്നാൽ രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ശ്രദ്ധ ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം. ഇതുപോലെ സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വന്നാൽ രണ്ടിനെയും ഒരു മീമാക്കുക, ശേഷം എന്ത് ചെയ്യുക? ഇതിന് ഒരു ശബ്ദ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം ഒരു ഉദാഹരണം നോക്കിയാൽ, കമ്മിൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ശേഷം ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. വായിച്ചു നോക്കട്ടോ. ശേഷം ഹുറൂഫിൽ ഇദ്ഗാമിൻ്റെ ഹർഫുകൾ ഏതാണെന്നാണ് ചോദിച്ചത്. സിമ്പിളാണ്, മീമാണ്. മിൻ അർലിക്കും ബി സിഹിരി, സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നപ്പോൾ എന്ത് ചെയ്തു? അതിനെ നമ്മൾ അവ്യക്തമാക്കി ഉച്ചരിച്ചു. ഇതിനാണ് എന്തെന്ന് പറയാം? ഇഖ്ഫ എന്ന് പറയാം. ഓക്കെ, കുന്തും മൗഖിനൂൻ, ഇതിനാണ് ഇദ്ഗാം എന്ന് പറയുക. സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീം വന്നു. അലൈഹിം മിനസ്സമാ ഇദ്ഗാമാണ്.